ഹായ് ഹലോ വെൽക്കം. ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് സ്കൂളൊന്നുമില്ല, ക്ലാസ്സൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇതുപോലെ കാക്കുൻ്റെ പണ്ട് പോണത് ചേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇന്നൊന്നും ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി അവളൊന്നും പോകുന്നില്ല, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതിട്ടോ. അങ്ങനെ ഞാൻ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ 2-ാം മൈലിക്ക് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഷെമീന ടീച്ചർ, UKG തന്നെ ഉള്ളതാണ് കേട്ടോ. ഷെമീന ടീച്ചർ നേരിട്ട് കോട്ടപ്പള്ളിക്കുള്ള ബസ്സിന് കയറി, ഞങ്ങളതിൽ കയറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റോപ്പിലാണ്, മറ്റേ ടീച്ചേഴ്സ് ബസ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് വിളിക്കൊന്നും ചെയ്യാതെ നേരിട്ട് ബസ്സിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ബസ്സിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ എനിക്ക് ഭയങ്കര അതായിരുന്നു കേട്ടോ. ബസ് പോയപ്പോൾ തിരക്കില്ലാതിരുന്നാൽ മതിയായിരുന്നു, സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. കാരണം എന്താ ചോദിച്ചാൽ ഈ റൂട്ട് ഭയങ്കര വളവും തിരിവുമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടീച്ചറെ വീട്ടിലെത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ഓട്ടോയിലായിട്ടാണ് കേട്ടോ ബസ് ഇറങ്ങിയിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ KG സെക്ഷനിലുള്ള എല്ലാ ടീച്ചേഴ്സും ട്രെയിനിങ് ടീച്ചേഴ്സും എല്ലാവരും കൂടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചറെ വീട്ടിലേക്ക്. ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ പിന്നീടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നെയാണ് എത്തിയിട്ടുള്ളത്. ബാച്ചായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന്. പിന്നെ ഇതെന്താ ചോദിച്ചാൽ ഞങ്ങളെ ടീച്ചറെ താത്ത അതുപോലെ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് വേണ്ട മോഡലായിട്ടുള്ള ചുരിദാർ ടോപ്പ് ഒക്കെ അടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചർച്ചയിൽ കൂടെ കേട്ടോ ഞങ്ങൾ ചെന്നൈക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു കല്യാണത്തിന് പോയത് തന്നെ എല്ലാവരും കൂടെ ഒരുപാട് ടൈം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടോ. നമുക്ക് സ്കൂളുണ്ടെങ്കിലും ശരി, നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ടല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ ഒരുമിച്ചിരിക്കാനോ ഒന്നിനും പറ്റൂലല്ലോ. ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതുമില്ല, എല്ലാവരും പോവുകയോളം ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ടീച്ചറെ താത്താക്ക് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഒക്കെ കൊടുന്നിട്ട് അടിച്ചു കൊടുക്കണ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് അവിടെ ചെന്നിട്ട് ചർച്ച ചെയ്ത് ഒരു എന്താ പറയുക തട്ടായിട്ട് എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ കണ്ടാൽ കണ്ണ് തള്ളിപ്പോവും, അങ്ങനെയുള്ള മെറ്റീരിയൽസാണ്. അവിടെ കല്യാണ വീട്ടിലുള്ള കുട്ടികളും ഇതുപോലെ അവിടെ നിന്ന് തന്നെ അവരെ ടീച്ചറെ താത്തന്നെ കേട്ടോ അടിച്ചു കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്രോക്കായിട്ട് ഫ്രോക്കല്ല, ഫുൾ ലെങ്ത്തിലുള്ള ഫ്രോക്കല്ല, ടോപ്പായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന കളക്ഷൻസൊക്കെ ടീച്ചറെ താത്താൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ തന്നെ ഒട്ടുമിക്ക ടീച്ചേഴ്സും ടീച്ചറെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ചുരിദാർ ടോപ്പൊക്കെ ആയിട്ട് തയ്പ്പിക്കാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ അവർ കൊടുത്തിട്ടായാലും താത്ത തയ്ച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ ടീച്ചറുടെ കയ്യിൽ നിന്ന് ടോപ്പൊക്കെ തയ്പ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഈ ഒരു വർഷം കൂടെ ടീച്ചർ വരുള്ളൂ. അൽഹംദുലില്ലാ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ടീച്ചർ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്നുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളവിടെ താഴെ തിരക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ മേലേക്ക് അങ്ങോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്കൂളിലത്തെ മറ്റ് ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങളെ കൂട്ടത്തിലൊരു ടീച്ചർക്ക് കൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ടീച്ചറെ വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്
ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു, തൈര്, പുളിയഞ്ചി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അവിടെ ടീച്ചർ അവിടുത്തെ വീട്ടുകാർ വന്നിട്ട് അവർ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അവർ മാറ്റിച്ച് ടീച്ചറൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പോയ പോലെ തന്നെ ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. ഞാനും ചേച്ചി 2-ാം മൈലിൽ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ വെങ്ങൂർ സ്കൂളിൻ്റെ അവിടെ വന്നിട്ട് വെങ്ങൂർ സ്കൂളിൻ്റെ അവിടുന്ന് ഞാൻ നേരെ ഓട്ടോക്കാണ് പോകുന്നത്. പിന്നെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടീച്ചർക്ക് കൂടുതൽ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്ന് തന്നതാണ്. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.